ഈ പ്രായം തളർത്താത്ത പോരാളി എന്ന വിശേഷണം വി എസിനോ പോലെ ചേരുന്ന മറ്റൊരു നേതാവ് നമുക്കിടയിലില്ല. ചിട്ടയായ ദിനചര്യ, ഭക്ഷണക്രമം ഒക്കെ തന്നെ വളരെ ചിട്ടയിലാണ്. അതിനൊക്കെ വലിയ കർക്കശക്കാരനായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ജീവിച്ചിരുന്ന കാലം മുഴുവൻ അദ്ദേഹം ഈ ചിട്ടകളൊക്കെ കൃത്യമായി പിന്തുടർന്നു. അതുകൊണ്ടാണ് അവസാന കാലത്തും വളരെ ആരോഗ്യവാനായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. 101 വയസ്സ് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി എക്സർസൈസ് ചെയ്യുമായിരുന്നു. അഴിമതിക്കെതിരെ പ്രായം മറന്ന് പോരാടിയ വി എസിനെ കുറിച്ച് മുൻ പ്രൈവറ്റ് സെക്രട്ടറി AG ശശിധരൻ ഇങ്ങനെയാണ് അനുസ്മരിച്ചത്. ഒരു നൂറ്റാണ്ട് കണ്ട ജീവിതം. പ്രതിപക്ഷം പോലും വി എസിനെ വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നാണ്. ആ അച്ചടക്കവും ചിട്ടയും വ്യക്തിജീവിതത്തിലും പാലിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. വി എസിൻ്റെ ആശയത്തിനെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. വ്യക്തിബന്ധങ്ങളും വി എസിനുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയവുമായി സംഘട്ടനം വന്നാൽ ആ ആളിനുമായിട്ട് ഒരു ഇതുമില്ല. അങ്ങനെ ഒഴിയാൻ വയ്യാത്ത ഒരു ബന്ധം ഒരാളിനോടും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിനപ്പുറത്ത്. പ്രായമേറിയപ്പോഴും വി എസിൻ്റെ യുവത്വത്തിന് കാരണം മുടങ്ങാത്ത ദിനചര്യകളും ആരോഗ്യ സംരക്ഷണവുമാണ്. രാവിലെ എഴുന്നേറ്റാൽ കുറച്ചു നേരം അദ്ദേഹം യോഗ ചെയ്യും. പല്ല് തേക്കുന്നതിന് പോലും പ്രത്യേകതയുണ്ട്. ആദ്യം ഉമിക്കരി വെച്ച് തേക്കും. ഉമിക്കരി വെച്ച് തേച്ചിട്ട് ബ്രഷ് വെച്ച് തേക്കും. പിന്നെ കൈ കൊണ്ട് തേക്കും. അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി വന്നിട്ട് ഈ യോഗ ചെയ്യും. ദേഹത്ത് എണ്ണ പുരട്ടിയിട്ട് വന്ന് കുറേ നേരം വെയിലത്ത് നിൽക്കും. കുളിച്ച് കഴിഞ്ഞ് ഒരു കൈലിയും എടുത്ത് ഒരു ബനിയനും ഇട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വന്നാൽ ആ ഓഫീസിലിരുന്ന് ആദ്യം പത്രങ്ങൾ വായിക്കും. കണിശതയാർന്ന ജീവിതത്തിൽ അധികമാർക്കും അറിയാത്ത ചില ഇഷ്ടങ്ങളും വി എസിനുണ്ടായിരുന്നു. ചെരുപ്പുകൾ അദ്ദേഹത്തിന് ഒരു ബലഹീനത തന്നെയാണ്. ഏതെങ്കിലും സൈസ് ചെരുപ്പ് കണ്ടാൽ അതേപോലുള്ള ചെരുപ്പ് വേണം എന്ന് അദ്ദേഹത്തിന് ശാഠ്യമുണ്ട്. ചെരുപ്പ് വാങ്ങിക്കാൻ അദ്ദേഹം തന്നെ പോയാൽ ആ കടയിൽ അവരുടെ കയ്യിൽ നിന്ന് അത് ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്ന സ്വഭാവമില്ല. ആ ചെരുപ്പ് ഇഷ്ടപ്പെട്ടാൽ ഉടനെ ജുബ്ബയുടെ കീശയിൽ നിന്ന് ഒരു പൊതിയെടുക്കും. പൊതിയെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കുറേ നോട്ടുകൾ പൊതിഞ്ഞ് അതൊരു ചരട് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ എടുത്ത് അഴിച്ച് അതിൽ നിന്ന് ഒരു പൈസ എടുത്തിങ്ങനെ ഒരറ്റത്തിങ്ങനെ വയ്ക്കും. അങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് എണ്ണി നോക്കി അവർക്ക് കൊടുത്തിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ മടക്കി അത് പോക്കറ്റിൽ വയ്ക്കും. ചില മത്സ്യത്തിനോടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ബ്രാലെന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. അപ്പോൾ കുട്ടനാട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ കാണാൻ വരുന്ന പലരും അതിനെ പിടിച്ച് ഒരു ടാങ്ക് ഇതുപോലുള്ള വെള്ളം നിൽക്കുന്നതിനകത്ത് ഇട്ട് ജീവനോടുകൂടി അതിനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. ആ ബ്രാല് കഴിക്കുന്നതിന് ഭയങ്കര താല്പര്യമാണ്. വ്യക്തികൾക്കപ്പുറം ആശയങ്ങളും പ്രസ്ഥാനവുമായിരുന്നു വി എസിന് പ്രിയപ്പെട്ടത്. ജനങ്ങളായിരുന്നു ഊർജം. വിപ്ലവ നായകന് സ്നേഹാഭിവാദ്യങ്ങൾ. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.